അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. പാഞ്ഞാൾ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ 2.5 വർഷം നീണ്ട ചുമർ ചിത്ര നവീകരണം പൂർത്തിയായി. തുലാമാസ തിരുവോണത്തിന് സമർപ്പണ ചടങ്ങുകൾ നടക്കും. അതിരാത്ര ഭൂമിയായ പാഞ്ഞാൾ ഗ്രാമത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ 2.5 വർഷത്തോളമായി നടന്ന ചുമർ ചിത്ര നവീകരണ പ്രവർത്തികൾ പൂർത്തിയായി. കാലപ്പഴക്കത്താൽ ജീർണിച്ചു തുടങ്ങിയ ചിത്രങ്ങൾക്കാണ് ചിത്രകാരൻ തോട്ടപ്പായ ശാസ്ത്ര ശർമ്മൻ പ്രസാദ് നമ്പൂതിരി പ്രകൃതിദത്ത പച്ചില ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് വീണ്ടും മിഴിവേകിയത്. തുലാമാസ തിരുവോണാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 30 രാവിലെ 7:30 ചിത്രങ്ങൾ ഭക്തർക്കായി സമർപ്പിക്കുന്നത്. പാഞ്ഞാൾ ദേവസ്വത്തിന്റെ മുൻകൈയിലും ഭക്തരുടെ സഹകരണത്തിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത് എന്ന് മാനേജർ നെല്ലിക്കാട്ട് മാമണ്ണ് നീലകണ്ഠൻ നമ്പൂതിരി അറിയിച്ചു. അതിരാത്ര യജ്ഞത്തിന്റെ ഗരുഡച്യുതിയെ ഓർമ്മിപ്പിക്കുന്ന പ്രകാരമാണ് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ ഉപരിതല നിർമ്മിതി. ശ്രീകോവിലിന് ചുറ്റുമായി 33 പാനൽ ചിത്രങ്ങളാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന്റെ കിഴക്കേ നടയിൽ വരാഹാവതാരം, ദ്വാരപാലൻ, കൂർമാവതാരം, അവാഹന്തി, കാളിയമർദ്ദനം, മത്സ്യാവതാരം എന്നീ ചിത്രങ്ങളുമാണ് ഉള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് സന്താനഗോപാലം, ലക്ഷ്മീനാരായണ ചിത്രങ്ങൾ, തെക്ക് ഭാഗത്ത് ശിവതാണ്ഡവം, ഗണപതി, മഹാലക്ഷ്മി, ഹനുമാൻ എന്നിവയും വടക്ക് കിരാതാർജുനീയം, വേട്ടേക്കരൻ എന്നീ ചിത്രങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാമവേദമന്ത്രങ്ങൾ അനർഘളം ആലാപനം ചെയ്യപ്പെടുന്ന ജൈമിനീയ സാമവേദികളുടെ ആസ്ഥാനം കൂടിയാണ് ഈ ലക്ഷ്മീനാരായണ ക്ഷേത്രം. CCV ന്യൂസ്, പാഞ്ഞാൾ.